എടാ ദേവാ, അറിയൂ നിങ്ങൾ ആരാ? ദേവേട്ടൻ എടാ പോടന്നൊക്കെ വിളിക്കാൻ നിങ്ങളുടെ സർവന്റ് ആണോ ദേവേട്ടൻ? ഓഹോ, നീയാണോ പാർട്ടി? ആ തല തിരിഞ്ഞവന്റെ തള്ളയാണടി ഞാൻ. മൈ ഗോഡ്, ദേവേട്ടന്റെ അമ്മയാണല്ലേ? ഐ എം സോറി. അമ്മ ഇരുന്നാട്ടെ. സൽക്കരിച്ച് മയക്കൊന്നും വേണ്ട. നീയാണോ ഡയാന? അതെ. അവനെവിടെ? ദേവേട്ടൻ ഇപ്പോഴാ പുറത്തേക്ക് പോയത്. ഓഹോ, അപ്പൊ അവനിവിടെ താമസമാക്കിയില്ലേ? നീ ക്രിസ്ത്യാനിയല്ലേ? എനിക്ക് ജാതി മതം ഒന്നുമില്ലമ്മേ. എന്നാലേ ഞങ്ങൾക്കുണ്ട്. മുല്ലശ്ശേരി തറവാട്ടുകാരെ നല്ല കിരിയത്ത് നായന്മാരാ. അമേരിക്കയിൽ ജീവിച്ച അമ്മയ്ക്ക് കുറച്ചുകൂടെ വിശാലഹൃദയം കാണുമെന്നാ ഞാൻ കരുതിയത്. നിർത്തടി. ഞാൻ അറിയാതെ എന്റെ മോനെ കറക്കി കയ്യിലെടുത്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ? കറക്കി കയ്യിലെടുത്തോ? ആര്? ശബ്ദിച്ചു പോരുത് അമ്മേ. ഞാൻ നീ ഒന്നും പറയണ്ട. എന്റെ മോന് ഞാൻ അറിയാതെ ഒരു ഭാര്യ വേണ്ടടി. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് അവനെ ഒരുത്തനേ ഉള്ളൂ. അമ്മേ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് നീ ഈ നാട് വിട്ടോണം. അല്ലെങ്കിൽ നിന്നെ ഈ വീടോടെ തീ കൊടുത്താൻ എനിക്ക് ആളുണ്ടെന്ന് കരുതിക്കും. ശാരദാ നായരെ നിനക്കറിയില്ല. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. അവനോട് പറഞ്ഞേക്ക്. പാടോ. കൺഫ്യൂഷൻ തീർക്കണം എന്റെ കൺഫ്യൂഷൻ. അമ്മയായിരുന്നാ? പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? അല്ല, ഞാൻ വിചാരിച്ച അമ്മയാണോ? ഞാൻ ആ ക്രിസ്ത്യാനി പെണ്ണിനെ കണ്ടിട്ടാ വരുന്നത്. നിന്റെ ആരാടാ അവള്? ആരാന്നാ അമ്മയ്ക്ക് തോന്നിയത്? നശിച്ചവനെ, നീ എന്നോട് ചോദ്യം ചോദിക്കാണോ? നീ വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും എനിക്ക് പെണ്ണു നോക്കാനുള്ള അമ്മയുടെ ഈ ഭ്രാന്ത് പിടിച്ച ഓട്ടം ഒന്ന് നിർത്താവോ? എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ നിനക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാട്ടിലേക്കേ വരില്ലായിരുന്നു. നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അതൊക്കെ അമ്മയുടെ വെറും തോന്നല. എങ്ങാണ്ടോ കിടന്ന ഒരു ചട്ടക്കാരി പെണ്ണിനെ എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് ഇന്ന് തന്നെ അവളെ കയറ്റി അയച്ചോണം. അങ്ങനെയൊന്നും ഡയാനയെ കയറ്റി അയക്കാൻ പറ്റില്ലമ്മേ. നിനക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റും. അതിന് ഞാൻ മതി. എന്നാ അതിന് നടക്കട്ടെ, നമുക്ക് കാണാം. ഓഹോ, വീണ്ടും നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ദാ നോക്ക്, നിന്നെ പെറ്റു വളർത്തിയത് ഞാനാണെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന പെണ്ണെ നിന്റെ ഭാര്യയാകൂ. പെറ്റു വളർത്തിയ കാര്യമൊക്കെ അവിടെ 1000 പെമ്പിള്ളേരെ അമ്മ കണ്ടാലും ശരി, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കൂ. ദേവാ. അതെ, ദേവൻ തന്നെ പറയുന്നത്. കൊച്ചമ്മേ, ഈ ദുഃഖിച്ചുള്ള ഇരിപ്പ് കണ്ടിട്ട് നാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റൊന്ന് കുളിക്കോ വല്ലതും കഴിക്കോ എന്തെങ്കിലും ചെയ്താട്ടെ. എന്തിനാ നാണി? എനിക്കെല്ലാം മതിയായി. എന്റെ മോനെന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഈ ആമ്പിള്ളേര് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിട്ടുണ്ട്. പുതിയ കാര്യം വല്ലതാണോ കൊച്ചമ്മേ? പിടിക്കുന്ന വഴിക്ക് വന്നില്ലെങ്കിൽ പോണ വഴിക്ക് തന്നെ വിടണം. ആ ഡയാനെ തന്നെ കെട്ടിച്ചു കൊടുക്കണം. എവിടെയോ കിടക്കുന്നോക്ക് വന്നു കയറാനുള്ളതല്ല മുല്ലശ്ശേരി തറവാട്. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എന്റെ ദൈവമേ, ഉത്തരത്തിലിട്ടിരിക്കുന്ന എടുക്കം വേണം, കക്ഷത്തിലുള്ളത് വീഴാനും പാടില്ല. ആ കൊച്ചന് നല്ല ബുദ്ധി കൊടുക്കണേ എന്റെ ഗുരുവായൂരപ്പ. ഇതുണ്ട് കാറിൽ വെച്ചേക്കും. ഞാൻ ഒന്നും കൂടി പ്രദർശനം വെച്ചിട്ട് വരാം. മുല്ലശ്ശേരിയിലെ ശാരദയല്ലേ? അതെ. എന്റെ കല്യാണക്കാരി എതുവരെയായി? പലയിടത്തും ആലോചന നടക്കുന്നുണ്ട്. എല്ലാം വിധി പോലെ നടക്കൂ. പലയിടത്തും അവന് പെണ്ണ് നോക്കിയെന്ന് കേട്ടു. എന്തായി? ഇതുവരെ ഒന്നും നടന്നില്ലേ? നടക്കുമ്പോ അറിയിക്കാം. എങ്ങനെ നടക്കാനാ? വാ മോളെ. ഓരോരുത്തരും മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. എന്റെ ദൈവമേ, ഇങ്ങനൊരു ജന്മമായിപ്പോയല്ലോ എന്റെ. ചേച്ചി തൊഴാൻ വന്നതായിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ? മോനെ കുറിച്ച് ചിലതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.
ആദ്യത്തെ കളഞ്ഞിട്ടാണോ രണ്ടാമത് കെട്ടാൻ പോകുന്നത്? രണ്ടാമത്തെ അല്ല, നാലാമത്തതാ. നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? എന്റെ മോൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ പെണ്ണ് കെട്ടാനായിട്ട്. തൊഴിലില്ലാത്തോണ്ടല്ലേ കണ്ടടങ്ങളിലൊക്കെ ഓടി നടന്ന മോന് വേണ്ടി പെണ്ണ് കാണുന്നത്. തന്നെ മോളെ താൻ തരണ്ട. വന്നിരിക്കുന്നു കല്യാണക്കാരി അന്വേഷിച്ച്. ഇങ്ങനെയാണെങ്കിൽ അമ്മയും മോനും കുറെ നടന്ന് കെട്ടും. നീ വാടി. മോളെ, നീ എന്താ ഈ പറയുന്നേ? അച്ഛന് സുധാകരൻ ചേർന്ന് വാക്കുറപ്പിച്ചതാ. നീ ഇപ്പൊ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? എല്ലാരും കൂടെ എന്നെ കൊന്നോളി, എന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ മൂത്തു നിറച്ചിരിക്കാവുന്നതാണ്. അങ്ങനെയാണ് വിധിയെങ്കിൽ ഞാൻ സഹിച്ചോളാം. മോളെ, നീ മനസ്സിൽ കണ്ടിരിക്കുന്ന ആരെയാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ ദേവൻ നിന്നെ മറന്നില്ലേ? ഇല്ല, ദേവേട്ടൻ ഒരിക്കലും എന്നെ മറക്കില്ല. മറക്കാഞ്ഞിട്ടാണോടി അവൻ വേറൊരുത്തിയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? ഞാനത് വിശ്വസിക്കില്ല. ദേവേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. മോളെ, ഇന്നത്തെ കാലത്ത് ആമ്പിള്ളാർക്ക് വാക്ക് മാറാൻ എത്ര നേരം വേണമെന്ന് നിനക്കറിയില്ല. ദേവേട്ടൻ അത്രക്കാരനല്ലമ്മേ, എനിക്ക് വിശ്വാസമുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ദേവേട്ടൻ സുഖമായി ജീവിച്ചോട്ടെ. മോനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവളുടെ കാര്യത്തെ എനിക്കിപ്പൊ പേടിയാ. ഇക്കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ലമ്മേ. ഇല്ല മോനെ, ഏതോ ഒരുത്തി കാരണം എന്റെ കുഞ്ഞിന്റെ ജീവിതം തകരാൻ പോണേ. അമ്മയൊന്ന് സമാധാനപ്പെട്. ശ്രീദേവിയുടെ ജീവിതം തീർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ദേവൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ മാലാഖയെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവളെ അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കുട്ടപ്പാ, ഈ എറണാകുളത്തെ മാരേജ് ബ്യൂറോ പൂട്ടിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ കൂടി ഉണ്ടായിരുന്ന ഒരു വണ്ടിയെ CC അടയ്ക്കാത്തോണ്ട് അതും അവന്മാര് പൊക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് കാശുണ്ടാക്കണമെങ്കിൽ ബ്ലേഡ് കമ്പനിയാ മെച്ചം. ആ സംഗതി കൊള്ളാം, പക്ഷെ എരയിട്ട് മീൻ പിടിക്കുന്ന പോലെ ആദ്യം മുടക്കാൻ കുറച്ച് കാശ് വേണമല്ലോ. ആ അതിന് വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ ഓഫീസിൽ കയറി അക്രമം കാണിച്ചതിന് അമ്മായിയുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അത് കൊടുക്കാം, പക്ഷെ അതിനും വേണ്ടേ വക്കീൽ ഫീസ്? ഫീസില്ല വക്കീലന്മാരും ഉണ്ടെന്ന്. ഓടരുത്, ഓടരുത്. ആ വാ തന്നെ ബാലുവാക്കറി തന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കി നടക്കുമായിരുന്നു. ഞാൻ അരെ ദുർഗുണ, നിന്റെ പാരവൻ ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതാണോ പാരയെ കൊണ്ട് നടക്കുന്നത്? അയ്യോ അയ്യോ, അടിക്കരുത്, തലപൊളി, ബുദ്ധിയുള്ള തലയാ. എടാ, ഞങ്ങളൊക്കെ ജീവിക്കാൻ സമ്മതിക്കാൻ നിന്നൊക്കെ ഞങ്ങളെ കൊന്നിട്ട് എന്ത് നേടാനാ? മിണ്ടാതെ ഇവിടെ നില്ല്. ഞാൻ ഒരു നല്ല വഴി പറയാം. നല്ല വഴിയോ? ഇതൊന്ന് പിടിച്ചേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അതെ, കൂട്ടുമുന്നണിക്ക് എവിടെ രക്ഷയുള്ളൂ. അച്ഛൻ എന്താ പറയുന്നത്? ശ്രേഷ്യാമ്മക്ക് സമ്മതമാണ്, എനിക്കും സമ്മതം. കുഴപ്പമൊന്നുമില്ല. എന്നാലേ ആട്ടോറിക്ഷയിലോട്ട് കയറി കുട്ടപ്പാ, നീ നടന്നു വെക്കോ. ത്രേസി എന്റെ അടുത്തിരുന്നോ? അയ്യോ, ഇതിന്റെ ബാഗ് ഓ ഓ ഇരി. വിളമ്പ്. നിൽക്കട്ടെ, അവിടെ കേട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ. രാവിലെ ടിഫിൻ ആലോചന, ഉച്ചക്കൂണ് ആലോചന, വൈകിട്ട് ടിഫിൻ ആലോചന. ഇപ്പതാ പാതി രാത്രിയായി വെട്ടി വിഴുങ്ങാൻ. ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ വഴിയൊന്നും നിന്റെ ബുദ്ധി തെളിഞ്ഞില്ലേ? ഇനി തെളിഞ്ഞോണ്ടും വലിയ കാര്യമൊന്നുമില്ല. മാരുതിയും ലക്ഷമൊക്കെ ആർക്കും ഇല്ലാതെ പോയില്ലേ? നിങ്ങളുടെ വാക്കും കേട്ട് ഈ വാരിവാക്കറി ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുവന്ന ഞങ്ങളെ വേണതല്ല. ഇപ്പൊ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. നായ്ക്കളെല്ലാം കൂടെ കടിപിടി കൂടിയപ്പോ എല്ല് വെള്ളത്തിൽ പോയി. ഒന്നും വെള്ളത്തിൽ പോയിട്ടില്ല. അമ്മായി മാരുതി കാറും 1 ലക്ഷം രൂപയാണല്ലോ നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇനിയിപ്പോ അതിനേക്കാൾ വലിയ എന്തോ കിട്ടാനാണ് ചാൻസ്. എന്ത് ചാൻസ്? 1000 പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയിട്ടും ദേവൻ എന്താ കല്യാണത്തിന് സമ്മതിക്കാത്ത? എന്താ? ഡയാനയോടുള്ള സ്നേഹം കൊണ്ടാ. അത് ശരിയാ. ഐഡിയ കിട്ടി. 2-3 കളിത്തോക്കുകളും കുറച്ച് മുഖംമൂടികളും സംഘടിപ്പിക്കാം. മുഖംമൂടിക്കൊള്ള തുടങ്ങാനോ? ഛേ, അല്ലടാ, രഹസ്യമായിട്ട് ഡയാനെ കടത്തിക്കൊണ്ടുവരിക. എന്നിട്ട് 10 ലക്ഷം രൂപയുമായി വരാൻ ദേവന് ഫോൺ ചെയ്യുക. ആ നിമിഷം അവൻ പണവുമായി വന്ന് ഡയാനെ വീണ്ടെടുത്തോണ്ട് പോവും. 50-50 പങ്കുവെക്കുക. സാധനങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. ശരി, എന്നാ നാളെ തന്നെ ഡയാനെ കടത്തിക്കൊണ്ടുവരാം. എന്നാൽ ഇന്ന് ഡയാനെ പോക്കണം. നാളെ കടത്താവെന്നല്ലോട് ഞാൻ പറഞ്ഞത്. ആദ്യം അവളെ കൊണ്ടുവന്ന രഹസ്യമായി പാർപ്പിക്കാൻ ഒരിടം വേണം. അതിനെ പറ്റി നിങ്ങളുടെ ഈ വീടാ? പറ്റിയ സ്ഥലം എന്റെ ഐഡിയയിലുണ്ട്. നമ്മുടെ പള്ളി സെമിത്തേരി. പള്ളി സെമിത്തേരി വിളമ്പിക്കോ. ആദ്യം തുടങ്ങാം. ആദ്യം അവനോട് തിന്ന് നന്നാവട്ടെ വാഹൻ. പിന്നെ നമുക്ക് അവിടെ വെച്ചേക്കണേ. ശ്രീദേവിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശ്രീദേവിയുടെ കാര്യത്തിലല്ല, ഡയനയുടെ കാര്യത്തിൽ. മനസ്സിലായില്ല? ശ്രീദേവിയെ നമ്മൾ ഉപദേശിച്ചു, അച്ഛൻ അവളെ തല്ലി. എന്നിട്ടോ അവളുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല, അവൾ ഇപ്പോഴും ദേവനെ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുക. എന്റെ തീരുമാനം നടന്നാലേ ശ്രീദേവിയുടെ ആഗ്രഹം നടക്കൂ. എന്റെ പെങ്ങളുടെ ജീവിതമാണ് എനിക്ക് വലുത്. എന്താ നിന്റെ തീരുമാനം? അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഡയനെ ഇവിടുന്ന് കയറ്റി അയക്കണം. അവൾ പോയില്ലെങ്കിലോ? പിന്നെ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഹലോ,
ശബ്ദിക്കരുത്. ഫോൺ താഴേക്ക് എഴുന്നേക്ക്. കിഡ്നാപ്പിങ്ങിന് റെഡി ആയിക്കോ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ആരാണെന്ന് അറിയാതിരിക്കാനാണ് കുടത്തിനെ കൊണ്ട് മുഖം മൂടിയത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? 10 ലക്ഷം. സ്റ്റോറി 10 ലക്ഷം. 10 ലക്ഷമോ? ശബ്ദം ഉണ്ടാക്കാതെ പുറത്തു നിൽക്കുന്ന ഓട്ടോറിക്ഷ കയറ്. പിന്നെ ഒരു കാര്യം, അതിനുള്ളിൽ ഇരുന്ന് നിലവിളിക്കാൻ പാടില്ല. Come on. Come on. Come on. Hands up. ഞങ്ങൾ ഇവിടെ കടത്തിക്കൊണ്ട് പോവാണ്. തടസ്സപ്പെടുത്തിയ കൊന്നുകളയും. നിങ്ങളൊക്കെ ആരാണ്? തീവ്രവാദികളാ? വീരപ്പന്റെ ആളുകളാ. ഞങ്ങൾ നസ്കലൈറ്റുകളാണ്. ഞങ്ങളുടെ ബുള്ളറ്റ് കാറിലോട്ട് കയറാൻ അല്ല് കെട്ടി കടലിത്താത്ത ദേവനിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാതിരിക്കാൻ നീയാണ് കാരണം. അയ്യോ കൈയോടി. അയ്യോ വേഗം വണ്ടിയിലോട്ട് കയറ്റും. നമുക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് കയറാൻ. പുതിയൊരു മാച്ച് വരുന്നു. നിങ്ങളെന്താ ഈ വേഷത്തില്? വേഷത്തിന് എന്ത് കുഴപ്പം? ഡയാനെവിടെ? ഡയാന ഇവിടെ ഇല്ല. 1 ലക്ഷം രൂപയും മാരുതി കാറും കിട്ടാത്തോണ്ട് ഞങ്ങൾ അവളെ കടത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് സുധാകരനും കൂട്ടരും അവളെ കടത്തിക്കൊണ്ട് പോയി. എങ്ങോട്ട്? ഏതോ ലാൻഡ്സ്കേപ്പ് ആണെന്ന് പറഞ്ഞു. ലാൻഡ്സ്കേപ്പോ? ഞങ്ങൾ വരുന്നു. നമ്മൾ പോണം. ഞാൻ വേണോ? ഡയാന എവിടെ? ഇവിടെ ഇല്ല. സുധേട്ടനോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എന്റെ അച്ചായനും സൂണനും ഒക്കെ ഉണ്ട് എവിടേക്ക്? ഇവിടെ. അയ്യോ ശ്രീദേവി അറിഞ്ഞില്ലേ? ഡയാനെ കടത്തിക്കൊണ്ടുപോയി. ആരെ? ശ്രീദേവിയുടെ ആങ്ങളെയും കൂട്ടുകാരും. സുധേട്ടൻ എന്തെങ്കിലും അക്രമം കാണിക്കോ? വാ പോ. അയ്യോ ഒരു വട്ട് കേസ്. എന്തുവാടാ ഇത്? പറങ്കി മാങ്ങ വെച്ച് വിസിൽ ഊതുന്നോ? നോക്കട്ടെ. വെച്ചോ.
നിർത്താം നിർത്താം ഒന്ന് റിവേഴ്സ് വന്നു എടുക്ക വാ 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 നിർത്ത നിർത്ത എവിടെ ചേച്ചി? അത് ശ്രീദേവി അല്ലേ? ഇവളെന്താ ഇവിടെ? കേറ. ദേവാ നിർത്തോ, നിർത്താനല്ലേ പറഞ്ഞത്? എങ്ങാണ്ടോ കിടന്ന ഒരു പെണ്ണിന് കാര്യം ഇത്രത്തോളം ആയില്ലേ? നീ ആർക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് വേണ്ടി, എന്റെ ബോസിന് വേണ്ടി, ഡയാനയ്ക്ക് വേണ്ടി. ഡയാന, ആ പേരിനി ശബ്ദിച്ചു പോകരുത്. അമ്മ വിചാരിക്കുന്ന പോലെ ഡയാന എന്റെ ഭാര്യയൊന്നുമല്ല. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ MD യുടെ മകളാ. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഞങ്ങളുടെ MDക്ക് ബിസിനസ്സിൽ കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നും കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടാതായപ്പോ അദ്ദേഹം കേസ് കൊടുത്തു. കേസ് സുപ്രീം കോടതി വരെ എത്തി. കോടതി അദ്ദേഹത്തിന് അനുകൂലമായി തീർപ്പേൽപ്പിച്ചു. അതിന്റെ പേരിൽ എതിരാളികൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. ഇന്ത്യയിൽ വന്നാൽ കൊന്നുകളയുമെന്ന് അവർ താക്കീത് നൽകി. അതുകൊണ്ടാണ് പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ ഡയാനയെ എന്നോടൊപ്പം അയച്ചതും ആ രഹസ്യം പുറത്തു പറയാൻ കഴിയാതെ നിങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മറച്ചു വെക്കേണ്ടി വന്നതും. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ഡയാന എന്റെ ഭാര്യയാണെന്ന്. ഡയാന എന്റെ ഭാര്യയല്ല എന്ന് സത്യം അറിയാവുന്ന ഒരാളുണ്ട്, ശ്രീദേവി, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. എന്തു തന്നെ ആയാലും ശരി, എന്റെ ഇഷ്ടത്തിനെതിരായി നിന്റെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഇവളുടെ കാര്യത്തിൽ. അമ്മായി, ഞാൻ എന്ത് ദ്രോഹ അമ്മായിയോട് ചെയ്തത്? ശബ്ദിച്ചു പോരുത്. നിന്റെ തന്ത എന്ന് പറയുന്നവൻ എന്നോട് ചെയ്ത പ്രവർത്തികൾ ഞാൻ മറന്നു എന്ന് കരുതിയോ? കൂട്ടിന് നിന്റെ തള്ളയും. ശാരദാമ്മേ, ആ സ്ത്രീയെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. കേശുനായരെ? അതെ, കേശുനായർ തന്നെയാണ് പറയുന്നത്. പല കാര്യങ്ങളും പുറത്തു പറയാൻ കഴിയാതെ ഞാൻ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ഇന്ന് കോടീശ്വരിയാകാൻ അന്ന് നിങ്ങളെ സഹായിച്ചത് ഈ കേശുനായരല്ല, ഈ നിൽക്കുന്ന ശ്രീദേവി കുഞ്ഞിന്റെ അമ്മയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഇതാ, ഈ പണം ആരും അറിയാതെ കൊടുക്കണം. ഞാൻ തന്നതാണെന്ന് നാത്തൂനോ മറ്റുള്ളവരോ അറിയരുത്. ഇവിടുന്ന് നേരിട്ട് കൊടുക്കുന്ന അല്ലേ നല്ലത്? വേണ്ട കേശുനായരെ, ഞാൻ കൊടുത്താൽ അവളിത് വാങ്ങില്ല. ചേട്ടനോടുള്ള ദേഷ്യം എന്നോടും കാണും. ദേവന്റെ പഠിപ്പ് ഒരിക്കലും മുടങ്ങരുത്. അവരെന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ കാര്യങ്ങളൊന്നും നിങ്ങളോ മേനോ സാറോ കുട്ടികളോ അറിയരുതെന്ന്. ക്ഷമിക്കുമോളെ? അമ്മായി, നാത്തൂനെ, എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം
കേശുനായർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മാപ്പ് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. അയ്യേ, എന്താ ഇത്? ശാരദയുടെ അന്നത്തെ സാഹചര്യമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയായിരുന്നു, കടപ്പാടായിരുന്നു. അതിന് ഒരു പ്രതിഫലവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും തെറ്റിദ്ധാരണ മാറിയല്ലോ, എനിക്കത് മതി. നാത്തൂനെ, താങ്ക്സ് ആന്റി.